ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 106 ചട്ടങ്ങളിലായി 381 ഭേദഗതികൾ വരുത്തുമെന്ന് വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്. ചട്ടങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് ഭേദഗതികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം നൽകാൻ ഭേദഗതികൾ വരുത്തുന്നതോടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അദാലത്തുകൾ അതിനുള്ള വേദികളാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം SDV സെന്റിനറി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി എം.പി. രാജേഷ്. അഴിമതിക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചട്ടം എങ്ങനെയും വ്യാഖ്യാനം ചെയ്യാനുള്ള പഴുതാണ്. അതാണ് പ്രശ്നം. ഒരു ചട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഉദ്യോഗസ്ഥർക്കുള്ള പോലെ വ്യാഖ്യാനിക്കാം, ആളുകൾക്ക് അവർക്കിഷ്ടമുള്ളതുപോലെയും വ്യാഖ്യാനിക്കാം എന്ന പഴുത് നിലനിൽക്കുകയാണ്. ആ പഴുത് ഇല്ലാതാക്കുകയും ചട്ടം കൂടുതൽ സ്പഷ്ടമാവുകയും ചെയ്താൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാം. ഇപ്പോൾ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് 106 ചട്ടങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവരണമെന്നാണ്. 106 ചട്ടങ്ങളിലും കൂടി 351 ഭേദഗതികളാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ ഭേദഗതികൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വ്യക്തത കൂടുതൽ വരുത്തുന്നതിനാണ്, പരാതികൾ തീർപ്പാക്കുന്നതിനാണ് നമ്മൾ സ്ഥിരം അദാലത്ത് സംവിധാനം ആരംഭിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുക. കാരണം വേണ്ടത്ര അതിന് പ്രചാരം കിട്ടിയിട്ടില്ല, ആളുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ജനപ്രതിനിധികളുടെ പോലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. വ്യക്തിഗത പരാതികളിൽ തീർപ്പുണ്ടാക്കുന്നത് മാത്രമല്ല, അവ തീർപ്പാക്കുന്നത് പലതും പൊതു തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതാണ് അദാലത്തിന്റെ പ്രത്യേകതയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ നടത്തുന്ന സ്ഥിരം അദാലത്തുകൾ പൊതുജനങ്ങൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് മന്ത്രി രാജേഷ് അഭിപ്രായപ്പെട്ടു. ജനപ്രതിനിധികളും മാധ്യമങ്ങളും സ്ഥിരം അദാലത്തുകളുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷനായിരുന്നു. MLA മാരായ H. സലാം, ദലീമ ജോജോ, U. പ്രതിഭ, തോമസ് K. തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം 10,000 കർഷകരെ ഫലവൃക്ഷ കൃഷി കൂട്ടായ്മയുടെ ഭാഗമാക്കുമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. പഴവർഗ്ഗ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ സംസ്ഥാനത്ത് 200 ക്ലസ്റ്ററുകൾ രൂപവൽക്കരിക്കുമെന്നും കൃഷിമന്ത്രി അറിയിച്ചു. പഴവർഗ്ഗങ്ങൾക്ക് വേണ്ടി ക്ലസ്റ്റർ സംസ്ഥാനത്ത് ആദ്യമായാണ് രൂപവത്കരിക്കുന്നത്. ഫലവർഗ്ഗങ്ങളുടെ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ ലഭ്യമാക്കുക, സംസ്ഥാനത്തെ പഴവർഗ്ഗ ഉൽപാദനം വർദ്ധിപ്പിക്കുക, അതുവഴി പോഷക സമൃദ്ധിയിലേക്ക് നീങ്ങുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആരംഭിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം നൂറുദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെട്ട പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ക്ലസ്റ്റർ അധിഷ്ഠിത ഫലവർഗ്ഗ കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ മുഹമ്മ ഗവൺമെൻറ് സംസ്കൃത സ്കൂളിന് എതിർവശമുള്ള ലീലാമണിയുടെ പുരയിടത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കൃഷിമന്ത്രി. നമുക്ക് ഈ പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കുന്നതിലേക്കും കച്ചവടം ചെയ്യുന്നതിലേക്കും പറ്റും. അത് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന ഒരു വാഴയുടെ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് വിവിധങ്ങളായ ഇനങ്ങൾ നമുക്ക് നാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റും എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇനങ്ങൾ കൃഷി ചെയ്യുക എന്ന തരത്തിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു കൃഷി വകുപ്പിന്റെ മുൻകൈയിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകമായ ക്ലസ്റ്റർ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചു. ഫലവൃക്ഷ വിളകളുടെ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി കൊടുക്കണം. അങ്ങനെ ഒന്ന് ആലോചിക്കാം എന്ന് കൃഷി വകുപ്പിന്റെ ഒരു ചിന്തയിലുണ്ടായി. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായിട്ട് ഒരു പഴവർഗ്ഗ ക്ലസ്റ്ററുകളുടെ രൂപീകരണ പ്രക്രിയയുടെ തുടക്കം കുറിക്കുന്നു. ആ തുടക്കമാണ് നമ്മളിത് ലീലാമണിയുടെ വീട്ടിൽ വെച്ച് ഔപചാരികമായി സംസ്ഥാന തലത്തിലുള്ള തുടക്കം കുറിക്കലാണ് ഇന്നിവിടെ നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് നിരവധിയായ ക്ലസ്റ്ററുകൾ, നെല്ലിന് ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പരിപാടിയുണ്ട്, പച്ചക്കറികൾക്ക് ക്ലസ്റ്റർ ഉണ്ട്. ഇതാദ്യമായിട്ടാണ് പഴവർഗ്ഗങ്ങളുടെ ഒരു ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഈ വർഷം കേരളത്തിൽ 1000 ഹെക്ടർ വിസ്തൃതിയിൽ 11 ഇനം ഫലവൃക്ഷ വിളകളുടെ കൃഷി വ്യാപിപ്പിക്കുമെന്നും മന്ത്രി P. പ്രസാദ് പറഞ്ഞു.
നാടൻ ഫലവർഗ വിളകളായ മാവ്, പ്ലാവ്, വാഴ, പപ്പായ എന്നിവയ്ക്കൊപ്പം മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, അവക്കാഡോ തുടങ്ങിയ ഫലവർഗ വിളകളെയും ക്ലസ്റ്റർ അധിഷ്ഠിത കൃഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറഞ്ഞത് 25 സെന്റ് മുതൽ 1 ഹെക്ടർ വരെ ഒരു കർഷകന് കൃഷി ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഫലപുഷ്പ കൃഷിക്കായി 18 കോടി രൂപയാണ് ഈ വർഷം നീക്കിവെച്ചിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കളായ ശ്രാവന്തിക SP, സുജിത് SP എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G ശശികല, ജെയിംസ് ചിങ്കുതറ, കർഷകനായ TP സദാശിവൻ നായർ, ജില്ലാ പഞ്ചായത്ത് അംഗം V ഉത്തമൻ, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NG റെജി തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി പോസ്റ്റ് ഓഫീസിനായി പുതിയ കെട്ടിടത്തിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MPയും തപാൽ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വാഴപ്പള്ളി വില്ലേജ് ഓഫീസിന് സമീപത്തായി തപാൽ വകുപ്പ് ഏറ്റെടുത്തിരിക്കുന്ന 1 ഏക്കർ സ്ഥലത്താണ് 2 കോടി 12 ലക്ഷം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടെ പോസ്റ്റ് ഓഫീസ് നിർമ്മിക്കുന്നത്. 18 മാസമാണ് നിർമ്മാണ കാലാവധി. ഏറെ വർഷങ്ങളായി മധുമൂലയിൽ പ്രവർത്തിക്കുന്ന വാഴപ്പള്ളി പോസ്റ്റ് ഓഫീസ് അസൗകര്യങ്ങളുടെ നടുവിലായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി കൊടിക്കുന്നിൽ സുരേഷ് MP ഇടപെട്ടത്. കമ്പിത്തപാൽ വകുപ്പിൽ ശക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ വാഴപ്പള്ളി പോസ്റ്റ് ഓഫീസിൻ്റെ കെട്ടിടം കൂടി പണിത് കഴിഞ്ഞാൽ പിന്നെ ഒരു പോസ്റ്റ് ഓഫീസിനും കെട്ടിടം നിർമ്മിക്കാനുള്ള സ്ഥലം ഏറ്റെടുത്ത് കിടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് കെട്ടിടങ്ങൾ പണിതിട്ടുള്ളത് എന്ന് വളരെ സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റയടിക്ക് 3 പുത്തൂർ പോസ്റ്റ് ഓഫീസ്, നൂർനാട് പോസ്റ്റ് ഓഫീസ്, വള്ളികുന്നം പോസ്റ്റ് ഓഫീസ്, ഒറ്റയടിക്ക് 3 പോസ്റ്റ് ഓഫീസ് കെട്ടിടങ്ങൾ നമ്മൾ പണിയുകയുണ്ടായി. അത് അവിടെയും 30-40 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം ഏറ്റെടുത്ത് കാട് പിടിച്ച് കിടന്ന സ്ഥലത്താണ് അത്ഭുതകരമായി എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 3 പോസ്റ്റ് ഓഫീസ് കെട്ടിടങ്ങൾ അവിടെ നമ്മൾ നിർമ്മിച്ചു. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 മാസത്തിനുള്ളിൽ ഏതാണ്ട് 1 വർഷവും 1.5 വർഷത്തിനുള്ളിൽ അത്രയൊന്നും വേണ്ട, 1 വർഷത്തിനുള്ളിൽ തന്നെ മനോഹരമായി ഈ കെട്ടിടം പണി പൂർത്തിയാക്കി നാട്ടുകാർക്കായി ഇത് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് പിന്തുണ നൽകുന്ന നാട്ടുകാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കോൺഗ്രസ് പാർട്ടിയോടും UDF-നോടും എല്ലാവരോടും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ചങ്ങനാശ്ശേരി പോസ്റ്റ് ഓഫീസിൽ സ്ഥലപരിമിതി മൂലം പ്രശ്നങ്ങൾ നേരിടുന്ന RMS അടക്കമുള്ളവ വാഴപ്പള്ളിയിൽ നിർമ്മിക്കുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണനയിലുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. തപാൽ വകുപ്പ് നിർമ്മാണ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീനിവാസ്, ജൂനിയർ എഞ്ചിനീയർ സുഷ, നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ജോർജ് തോമസ് എന്നിവരും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ MPക്കൊപ്പം ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി നഗരസഭാ മന്ദിരത്തിൽ നവീകരിച്ച കൗൺസിൽ ഹാൾ ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച ചേർന്ന യോഗവും ഇതേ ഹാളിൽ നടത്തി. നവീകരണ പ്രവർത്തനങ്ങൾ ധൂർത്താണെന്നാരോപിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ പഴയതും പുതിയതുമായി 2 കൗൺസിൽ ഹാളുകളാണുള്ളത്. കഴിഞ്ഞ ഭരണസമിതി കാലത്തായിരുന്നു പഴയ ഹാളിൻ്റെ പരിമിതികൾ മൂലം പുതിയത് നിർമ്മിച്ചത്. പിന്നീട് പുതിയ ഹാളിലായിരുന്നു കൗൺസിൽ യോഗങ്ങൾ. എന്നാൽ ഈ ഹാളിൽ AC ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ല എന്ന കാരണത്താലാണ് പഴയ ഹാളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നവീകരണം പൂർത്തിയാക്കിയ ഹാളിൻ്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ബീന ജോബി നിർവഹിച്ചു. തുടർന്ന് വ്യാഴാഴ്ച കൗൺസിൽ യോഗവും ഇതേ ഹാളിൽ ചേർന്നു. അതേസമയം AC-യും മറ്റു സൗകര്യങ്ങളും കുറഞ്ഞ ചെലവിൽ പുതിയ ഹാളിൽ നടപ്പാക്കാം എന്നിരിക്കെ ലക്ഷങ്ങൾ മുടക്കി പഴയ ഹാൾ നവീകരിച്ചത് ധൂർത്താണെന്ന് പ്രതിപക്ഷ നേതാവ് ജോമി ജോസഫ് തൻ്റെ പ്രസംഗത്തിൽ ആരോപിച്ചു. ജോമിയുടെ പ്രസംഗത്തിന് ശേഷം പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഈ ധൂർത്ത് ഞങ്ങൾ ധൂർത്തും തന്നെ പറയും. കാരണം ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി നഗരസഭയുടെ കെട്ടിടങ്ങളൊക്കെ വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിനോട് വളരെ സന്തോഷവും. പക്ഷേ അത്യന്താവശ്യമായി 3 വർഷക്കാലം മുമ്പ് നമ്മളിവിടെ 10-75 ലക്ഷം രൂപ ചേച്ചി പറഞ്ഞ 75 ലക്ഷം രൂപ ഒരു കൗൺസിൽ ഹാൾ പോയി. ആ ഹോളിലല്ല ഇത് ഇതിനെക്കാട്ട് 3 പേർക്കുള്ള വിശാലമായ ഹോൾ. അതിൻ്റെ അകത്ത് 2 AC പിടിപ്പിച്ചാൽ അതിൻ്റെ അകത്ത് ചൂടുമാണ്. അത്രയും 5 ലക്ഷം രൂപ പോലും മുടക്കേണ്ടാത്ത ഒരു ഹോള് ചൂടന്റെ പേരിൽ അതോ വെച്ച് മറ്റു വല്ല പല കാര്യങ്ങളും പലതും പറയുന്നത് ഞാൻ ഈ കൗൺസിലിനകത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇത് പറയാം. പല കാര്യങ്ങളും പലരും പറയും. അപ്പം അന്ധവിശ്വാസങ്ങളാണോ അല്ല മറ്റു കാര്യങ്ങളാണോ ഇതൊന്നും അറിയാൻ പാടില്ല. പക്ഷേ ഇതൊന്നും നടപടിക്രമം കൂടിയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനാൽ ഞങ്ങളുടെ ഭാഗം ഈ യോഗം ബഹിഷ്കരിച്ച് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.
എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദമാണ് നഗരസഭാ അധ്യക്ഷ ബീന ജോബിയും വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജും ഉന്നയിച്ചത്. ഏതെങ്കിലും ഒരു ഓഫീസ് മുറി പോലും പാഴായിട്ടിടാൻ കഴിയാത്ത തരത്തിൽ നഗരസഭാ മന്ദിരം പ്രവർത്തനനിരതമാണെന്നും അവർ പറഞ്ഞു. കയർഫെഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സെപ്റ്റംബർ 30 വരെ ഓണം വിപണന പ്രത്യേക പദ്ധതികൾ സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കയർഫെഡ് ചെയർമാൻ ടി.കെ. ദേവകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഓണക്കാലത്ത് കയർഫെഡിന്റെ നിലവിലുള്ള സ്വന്തം ഷോറൂമുകൾക്കും ഏജൻസികൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെ ഓണക്കാല താൽക്കാലിക വിപണനശാലകളും ഒരുക്കും. ഓണത്തിന് മുന്നോടിയായി ആലപ്പുഴയിലെ കനാൽ സൗന്ദര്യവൽക്കരണം കയർഫെഡിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്നും ദേവകുമാർ പറഞ്ഞു. ഓണവുമായി ബന്ധപ്പെട്ട് വിൽപ്പന ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ആലപ്പുഴ കളക്ടറും മുനിസിപ്പാലിറ്റിയും എല്ലാം കൂടെ ചേർന്ന് ഈ കനാൽ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ മുൻവശത്തെ കനാലിൻ്റെ ഒരു കര വെള്ളാപ്പള്ളി പാലം മുതൽ കിഴക്കോട്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ കിഴക്കുവശം വരെ ഞങ്ങൾ വൃത്തിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മത്സ്യകന്യക, ഒരു ബുദ്ധൻ്റെ പ്രതിമ, ഒരു സ്ത്രീരൂപം, ഒരു കളിവെള്ളം ഇത്രയും നിർമ്മിച്ചു കഴിഞ്ഞിപ്പോൾ. കേരളത്തിന്റെ എല്ലാ പ്രധാന പട്ടണങ്ങളിലും കയർഫെഡിന്റെ ഷോറൂമുകളും ഏജൻസികളും താൽക്കാലിക സ്റ്റാളുകളും പ്രവർത്തന സജ്ജമായതായി ടി.കെ. ദേവകുമാർ അറിയിച്ചു. ഈ ഓണം വിപണനശാലകളിൽ നിന്നും 50% വരെ ഡിസ്കൗണ്ടിൽ കയർ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. കയർഫെഡിന്റെ ബ്രാൻഡഡ് ഉൽപ്പന്നമായ കയർഫെഡ് മെത്തകൾക്ക് 50% വിലക്കുറവിന് പുറമെ ആകർഷകമായ സമ്മാനങ്ങളും നൽകും. കയർഫെഡ് ഷോറൂം, പ്രദർശനശാലകൾ, ഏജൻസികൾ എന്നിവിടങ്ങളിൽ നിന്നും ഓണം വിപണന പദ്ധതി പ്രകാരം 2000 രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് ഓണം ബെമ്പർ മെഗാ കാർണിവൽ പദ്ധതി പ്രകാരം നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഒരു കയർ ഉൽപ്പന്നം എന്ന സർക്കാർ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് കയർഫെഡിന്റെ ഓണം പദ്ധതികൾ വിജയിപ്പിക്കുന്നതിന് ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും കയർഫെഡ് ചെയർമാൻ ടി.കെ. ദേവകുമാർ അഭ്യർത്ഥിച്ചു. വാർത്താ സമ്മേളനത്തിൽ കയർഫെഡ് വൈസ് പ്രസിഡന്റ് ആർ. സുരേഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ.ആർ. ബാബുരാജ്, ജനറൽ മാനേജർ ബിജു വി എന്നിവരും പങ്കെടുത്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ യൂത്ത് ബ്രിഗേഡ് നേതൃസംഗമം സംഘടിപ്പിച്ചു. 14 ജില്ലകളിൽ നിന്നായി 500ഓളം പ്രതിനിധികളാണ് നേതൃസംഗമത്തിൽ പങ്കെടുത്തത്. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി. വസീഫ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്, ട്രഷറർ അരുൺകുമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ആർ. രാഹുൽ, എം. ഷാജർ, ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, പ്രസിഡന്റ് എസ്. സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ കൺസൾട്ടന്റുമാരായ എൻ. ജഗജീവൻ, ശിവജിത്ത്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം എന്നിവർ ക്ലാസ് എടുത്തു. സമീപിക്കാത്തതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? പ്രകൃതി വിഭവങ്ങളെല്ലാം നശിച്ചു പോകുന്നു. വെള്ളവും മണ്ണും വായുവും നശിച്ചു പോകുന്നു. മാലിന്യം കൊണ്ട് ടൂറിസത്തിന് നഷ്ടം ഉണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഒരു ഭാഗത്തെ വിഭവശോഷണം മാത്രമല്ല, ഇതിന്റെ അപകടവും ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് നമ്മൾ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുന്നത്. ഇന്നിപ്പോ സമ്പൂർണ്ണ ശുദ്ധ കേരളം എന്ന ലക്ഷ്യവും. അമ്പലപ്പുഴ വളഞ്ഞവഴിയിൽ അതിരൂക്ഷമായ കടലാക്രമണം. 2 വീടുകൾ തകർന്നു. നിരവധി വീടുകൾ തകർച്ചാ ഭീഷണിയിൽ. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 14-ാം വാർഡ് പുതുവൽ സുരേന്ദ്രൻ, അശോകൻ എന്നിവരുടെ വീടുകളാണ് തകർന്നത്. 2 ദിവസങ്ങളിലായി ഉണ്ടായിരുന്ന കടലാക്രമണം ഉച്ചയോടെ ശക്തി പ്രാപിക്കുകയായിരുന്നു. ഉയർന്നു പൊങ്ങിയ തിരമാല കരയിലേക്ക് ആഞ്ഞടിച്ച് പ്രദേശമാകെ വെള്ളത്തിലായി. അറപ്പൻ കടൽ പ്രതിഭാസമാണിതെന്ന് തീരദേശവാസികൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സുനാമി പദ്ധതിയിൽ ലഭിച്ച വീടുകളാണ് കടലെടുത്തത്. തകർന്ന വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ ഇവർ അയൽപക്കത്തെ വീടുകളിലേക്ക് മാറ്റി. 2 കുടുംബങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ 9 പേരാണുള്ളത്. വീട് തകർന്നതോടെ ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് ഇവർ. ഇത് സുനാമിയുടെ വീടാണ്. ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ജീവിക്കുന്നത്. ഞാനിവിടെ വാടകയ്ക്ക് വാങ്ങി ആഗ്രഹമാർഗവും എൻ്റെ തൊഴിൽ കയറ്റമാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും മരുമോളും 2 കുട്ടികൾ. തൽക്കാലം ഇവിടെ സാധനങ്ങളൊക്കെ തെളിച്ച് വെച്ചിരിക്കുകയാണ്. അത് എല്ലാം ഡോറും പുതിയ ഡോറും എല്ലാം പിടിപ്പിക്കുക. എല്ലാം അങ്ങനെ തന്നെ മറിഞ്ഞു പോയി. ഇറക്കിയെടുക്കാൻ പോലും പറ്റില്ല. വീടും ഞങ്ങൾ എങ്ങോട്ട് എല്ലാരോടും വിളിച്ച് പറഞ്ഞു. 1 ലക്ഷം രൂപ തരാൻ പറഞ്ഞു. അതിന് ഇവിടെ പുറകെ നടക്കുക. ഞങ്ങൾ കിട്ടുന്നില്ല.
കടലാക്രമണത്തെ ചെറുക്കാനായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ടെട്രാപോഡുകൾക്ക് മുകളിലൂടെ ആഞ്ഞടിച്ച തിരമാലകളാണ് വീടുകൾ തകർത്തത്. കടൽഭിത്തി നിർമ്മിക്കാമെന്ന പ്രഖ്യാപനമല്ലാതെ ഒരു കല്ലുപോലും തീരസംരക്ഷണത്തിനായി ഇവിടെ ഇറക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്ലാതെ ഒരു പണി അവർ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങൾ കിടന്ന് ഇങ്ങനെ ഈ വീട് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് അതിന്റെ അപ്പുറമാണ്. എല്ലാം ഇങ്ങനെ നശിച്ചു പോകത്തേ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ ഒന്നാമത് മത്സ്യത്തൊഴിലാളിയാണ്. ഈ 10 ലക്ഷം രൂപയുമായിട്ട് അവിടെ ചെന്ന കിട്ടത്തില്ല രൂപ. അതാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നിവർത്തിയില്ലാത്ത ആളുകൾ അന്നന്ന് അരിക്ക് പോലും കിട്ടുന്നില്ല. അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് വേലയെടുത്ത്. അതിപ്പോ കടലിൽ പോയി കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. ഇന്ന് വിറക്കേറ്റും ചുമ്മാതെ വന്നു. എന്തുമാത്രം എണ്ണയും പെട്രോളും ഒക്കെ കത്തിച്ചേച്ചുമാണ് വരുന്നത്. ഒരു നിവർത്തിയില്ലാതെയാണ് ഞങ്ങളും കഴിയുന്നത്. ഈ വീട് പോയി കഴിഞ്ഞാൽ അതിന്റെ കിഴക്കുവശത്ത് ഞങ്ങളുടെ വീടാണ്. എല്ലാം നശിച്ചു തീരുക. എന്നിട്ട് വന്നു വെച്ചാൽ പറയും കല്ലിടാം. ഇതുവരെ കല്ലിട്ട് ഞങ്ങൾ കണ്ടെത്തില്ല. നിരവധി വീടുകൾ ഇപ്പോഴും തകർച്ചാ ഭീഷണിയിലാണ്. വീട് സംരക്ഷിക്കാൻ ചാക്കുകളിൽ മണ്ണ് നിറച്ച് തീരത്ത് സ്ഥാപിക്കുകയാണ് ഇവർ. എന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് തീരസംരക്ഷണത്തിനായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കടൽഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കാനായി ടെൻഡർ ക്ഷണിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും തീരസംരക്ഷണം യാഥാർത്ഥ്യമാകാതെ വന്നതാണ് ഈ വീടുകൾ തകരാൻ കാരണമായത്. കടൽ ഇനിയും ശക്തി പ്രാപിച്ചാൽ കൂടുതൽ വീടുകൾ കടലെടുക്കാനാണ് സാധ്യത. AC കനാൽ പൂർണ്ണമായും തുറക്കണമെന്നാവശ്യപ്പെട്ട് കനാൽ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 28-ന് ലോങ് മാർച്ച് നടത്തും. സമിതി ഭാരവാഹികൾ ചങ്ങനാശ്ശേരിയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ചങ്ങനാശ്ശേരി മനക്കച്ചിറ ബോട്ട് ജെട്ടി ഭാഗങ്ങളിൽ നിരന്തരമായി അനുഭവപ്പെടുന്ന പോളശല്യം പരിഹരിക്കുന്നതിന് സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ മുടക്കി ഒരു പ്രാവശ്യം പോള വാരിയതിനു ശേഷം വീണ്ടും പോള തിങ്ങി നിറയുകയും പിന്നെയും 1-2 വർഷം കഴിയുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി പോള വാരുന്ന രീതിയാണ് AC കനാലിൽ കാണാൻ കഴിയുന്നത്. അതേസമയം ഒരിക്കൽ പോള വാരിയതിനു ശേഷം എന്തെങ്കിലും സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തിയാൽ ആവർത്തിച്ചുള്ള ഭീമമായ ചെലവ് ഒഴിവാക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യമെന്നും യോഗം വിലയിരുത്തി. AC കനാൽ സംരക്ഷണ സമിതി ചെയർമാൻ നയനാൻ തോമസ് മുളപ്പാൻ മഠം യോഗം ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ഗവൺമെന്റ് നാളിതുവരെയായിട്ട് തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണം. അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കക്കാലത്ത് ഉണ്ടാകുന്ന ദുരിതം, അതിനേക്കാൾ ഉപരിയായി വെള്ളം ഒഴുകി പോകാത്തത് മുഖാന്തരം ഉണ്ടാകുന്ന ആ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സത്വരമായ നടപടികൾ, ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും നമ്മളെ കുട്ടാട്ടിൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കുട്ടാട്ടിലെ SDP ഹാളിൽ വെച്ച് കൂടിയ യോഗത്തിൽ സെപ്റ്റംബർ മാസം 28-ാം തീയതി മനക്കച്ചിറയിൽ നിന്നും നമ്മുടെ കനാൽ അവസാനിക്കുന്ന 1-ാം കരയിലേക്ക് വലിയൊരു ലോങ് മാർച്ച് നടത്തുവാൻ മീറ്റിംഗ് AC കനാൽ സംസ്ഥാനത്തെ മീറ്റിംഗ് നമ്മൾ തീരുമാനമെടുക്കുകയുണ്ടായി. സമിതി ജനറൽ കൺവീനർ സൈബി അക്കര അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരി KS ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു കുട്ടനാട്. കാരണം കുട്ടനാട് ഒരു ദേശീയപാത എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര വലിയ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതെല്ലാം നിന്ന് പോയി. AC കനാല് നമ്മുടെ നാശത്തിന് വന്നതാണെന്ന് തന്നെ നമുക്ക് പറയാം. അത് പൊളിച്ചു മാറ്റാം. അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും, അതിനോട് എന്തെല്ലാം സപ്പോർട്ടുകൾ ഞങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ. കുട്ടനാട്ടിൽ താമസിക്കുന്ന ഞാൻ ജോസ് ടി ആലഞ്ചേരി, മുട്ടാർ സുരേന്ദ്രൻ, സബീഷ് നെടുമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുവാൻ പായസം ചലഞ്ചുമായി ആലപ്പുഴയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ. ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളാണ് പായസം ചലഞ്ച് നടത്തിയത്. ആലപ്പുഴ ഇരട്ടക്കുളങ്ങര റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ചങ്സ് എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ പായസം ചലഞ്ച് നടത്തിയത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണത്തിനായി നടത്തിയ പായസം ചലഞ്ച് ആലപ്പുഴ RTO AK ദിലു ഉദ്ഘാടനം ചെയ്തു. ജിതേഷ് ബോസ് പായസം കിറ്റ് ഏറ്റുവാങ്ങി. ഇന്നിപ്പോൾ 22 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഈ ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ വന്നിട്ട് 22 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് ശവശരീരങ്ങൾ, ഏതാണ്ട് 300ഓളം ആൾക്കാർ മരണപ്പെട്ടു. 600ഓളം വീടുകൾ പൂർണ്ണമായി നശിച്ചു. 1200ഓളം ബിൽഡിങ്ങുകൾ താമസയോഗ്യമല്ലാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇനിയും ഒരുപാട് രൂപ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് അത്തരം ആൾക്കാരെ അവിടെ ഇത് പെട്ടുപോയ, അല്ലെങ്കിൽ ബാക്കി വന്ന, അല്ലെങ്കിൽ അനാഥരായ, അല്ലെങ്കിൽ വികലാംഗരായി പോയ ആൾക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 1200 കോടിയോളം രൂപ ഇനി നമുക്ക് സമാഹരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏതാണ്ട്
പാവങ്ങളെന്ന് തന്നെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് താഴെ താമസിക്കുന്ന നിങ്ങളെപ്പോലെ തൊഴിലാളികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും സംഘടിപ്പിക്കുകയും ഇതിന് ചുക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ ചാരിതാർത്ഥ്യം തോന്നുന്നു. ആലപ്പുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PJ കുര്യൻ അധ്യക്ഷനായി. K. ബദർ, മുജീബ് റഹ്മാൻ, സുനീർ, ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടനാട് എക്സൈസ് സർക്കിൾ ഓഫീസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ അറിവാണ് ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഹൈസ്കൂൾ കുട്ടികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊടുപ്പുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി സ്കൂൾ ഹെഡ് മിസ്ട്രസ് S. ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വിമുക്തി ക്ലബ് കോർഡിനേറ്റർ പ്രസീത D. രാജ് ചടങ്ങിൽ അധ്യക്ഷയായി. ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഗാഥ സനിൽ, 2ാം സ്ഥാനം നേടിയ ആദിത്യൻ, 3ാം സ്ഥാനം കരസ്ഥമാക്കിയ അഷിത പ്രിൻസ് എന്നിവർക്ക് കുട്ടനാട് എക്സൈസ് സർക്കിൾ ഓഫീസിലെ വിമുക്തി കോർഡിനേറ്റർ രണദിവെ സമ്മാനങ്ങൾ നൽകി. സിവിൽ എക്സൈസ് ഓഫീസർ ശരത് ബാബു, സ്കൂൾ കൗൺസിലർ ഷെറിൻ കെന്നഡി എന്നിവർ സംസാരിച്ചു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും 1 വർഷം പിന്നിട്ടു. 1ാം വാർഷിക ആഘോഷം നിരവധി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്നു. 2023 ഓഗസ്റ്റ് 15-ന് മാന്നാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 22ഓളം പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവുമാണ് ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയത്. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി പുലിയൂർ ശാന്തി തീരത്ത് നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ നിർവഹിച്ചു. ഫാദർ ശാമുവേൽ മുഖ്യപ്രഭാഷണം നടത്തി. പുലിയൂർ കാൽവരി അഭയകേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോർ വിതരണവും സൗജന്യ മരുന്ന് വിതരണവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TT ശൈലജ ഉദ്ഘാടനം ചെയ്തു. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് ആലപ്പുഴ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സീമ ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ഗാന്ധിഭവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിഭവൻ ചെയർമാൻ മുരളീധരൻ തഴക്കര, സുഭാഷ് ബാബു, സലീം ചാപ്രായിൽ, ബിന്ദു KC, ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹൻ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് കടപ്രയുടെ ഭോജന എന്ന പദ്ധതിയുമായി ചേർന്ന് മാന്നാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോർ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. PB ഷുജാഹുദ്ദീൻ, ലിജോ പുളിമ്പള്ളി, N മത്തായി, പ്രശാന്ത് കുമാർ എന്നിവർ സംസാരിച്ചു. ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൻസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പൊതിച്ചോർ വിതരണം ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹരി കുട്ടൻപേരൂർ മുഖ്യപ്രഭാഷണം നടത്തി. അമ്മമാർക്കുള്ള പാദരക്ഷകളുടെ വിതരണം ലെഗസി ലെതർ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു KC നിർവഹിച്ചു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഗൗരി ദർശന വള എഴുന്നള്ളത്ത് മഹോത്സവത്തോടനുബന്ധിച്ച് മംഗല്യദീപ പ്രതിഷ്ഠ നടത്തി. വെള്ളിയാഴ്ച രാവിലെ 9-ന് U. പ്രതിഭ MLA മംഗളദീപ പ്രതിഷ്ഠ നിർവഹിക്കും. വ്യാഴാഴ്ച രാവിലെ 5-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് പതിവ് പൂജകൾ നടന്നു. വൈകുന്നേരം 6-നായിരുന്നു മംഗല്യദീപ പ്രതിഷ്ഠ. ഉത്സവത്തിന്റെ ഭാഗമായി പുടവ വയ്പും ഇതോടൊപ്പം നടത്തി. പ്രസിദ്ധമായ ഗൗരി ദർശന വള എഴുന്നള്ളിപ്പ് വെള്ളിയാഴ്ച മംഗളദീപ പ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നാളെ വെള്ളിയാഴ്ച ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗൗരിയെയും ദേവിയെയും കൂടി എഴുന്നള്ളിച്ച് വലം വെച്ച് ആനക്കൊട്ടിൽ പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന പീഠത്തില് മണ്ഡപത്തിൽ അവരെ ഇരുത്തുകയും തുടർന്ന് ദേവിയോടൊപ്പം പോയ ഗൗരി അന്ന് ദേവിക്കായിട്ട് സമർപ്പിച്ച പരിശുദ്ധമായ വള പ്രത്യേകം പീഠത്തിൽ ഭക്തജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ വയ്ക്കുന്നതും അത് കാണുന്നത് ഒരു വലിയ മഹാപുണ്യവും മംഗല്യ സൗഭാഗ്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും മോക്ഷത്തിനും വളരെ പ്രധാനമാണ്. ആ സമയങ്ങളിൽ ഭക്തജനങ്ങൾക്ക് വഴിപാടുകളും നേർച്ചകളും ഒക്കെ സമർപ്പിക്കാവുന്ന ഒരു ചടങ്ങാണ്. ഗൗരിയുടെ വള കാണുക ഒരു മഹാഭാഗ്യമാണ്. വെള്ളിയാഴ്ച പുലർച്ചെ 5-ന് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിക്കും. പതിവ് പൂജകൾക്ക് ശേഷം രാവിലെ 9-നാണ് മംഗളദീപ പ്രതിഷ്ഠ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. KCB വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.